പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചില പ്രോഗ്രാമുകൾക്കുള്ള പ്രവേശനം നീട്ടിയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഈസിയായി നമുക്ക് പാസ്സാകാനുള്ള ചില ഏതാനും വിദ്യകൾ എന്ന് വേണമെങ്കിൽ പറയാം, ചെപ്പടി വിദ്യകൾ എന്ന് തന്നെ പറയാം. നമുക്ക് ചിലത് പരിചയപ്പെടാം. 10 കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി താങ്കൾ കാണുക, കേൾക്കുക, മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. ഓക്കെ, അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പർ താങ്കൾ നിർബന്ധമായും സേവ് ചെയ്ത് വെക്കുക. എം നോട്ട്സ് സ്ഥിരമായി ഫോളോ ചെയ്യുക. ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് താങ്കൾക്ക് നൽകാനുള്ള ഉപദേശം, യൂട്യൂബിൽ ഇഷ്ടം പോലെ തൊഴിലാളികളുണ്ട്. പ്രത്യേകിച്ച് ഇഗ്നോയെ വിറ്റ് കാശാക്കുന്നവരുണ്ട്. അതിൽ മുഹമ്മദ് മുബാറക് മാസ്റ്ററിനെയും പറഞ്ഞ് വിറ്റ് കാശാക്കുന്നവരും ഉണ്ട് എന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ഏതെങ്കിലും വിശ്വസ്തമായി തോന്നുന്ന വിശ്വസനീയമായ 1-2 ചാനൽ മാത്രം ഫോളോ ചെയ്യുക. എല്ലാവരും ആശയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കോരി നമുക്ക് വളരെ റഫായിട്ടാണ് തരുന്നത്. ആശയങ്ങൾ വളരെ സമ്പുഷ്ടമായിട്ട് നൽകണമെങ്കിൽ നമ്മൾ അവരിലൂടെ തന്നെ മുന്നോട്ട് പോകണം. ഇവിടെ ഇഗ്നോയിൽ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണോ, നേരത്തെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഇഗ്നോയിലെ ടെർമിനോളജീസ് നിർബന്ധമായും പരിചയപ്പെട്ടിരിക്കണം. ഇഗ്നോയിലെ ടെർമിനോളജീസ് പരിചയപ്പെടാനുള്ള നല്ല മാർഗം, ഒന്ന്, ഇഗ്നോയിലെ സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കുക, പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കുക, പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കുക. അതിലെ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, കോഴ്സുകൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ ടേംസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഉണ്ടെങ്കിലേ നമുക്ക് ഏതൊരു വ്യക്തിയുടെ മുമ്പിലും തല കുനിക്കാതെ ആരോടും ചോദിക്കാതെ വളരെ അന്തസ്സോടുകൂടി നമ്മൾ പഠിച്ച് മുന്നേറാൻ. പൊതുവെ ഇഗ്നോർ ഓഫീഷ്യൽസിനോട് വിളിച്ചാൽ വിളി കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നുള്ള പരാതി വളരെ വലുതാണ്. നമ്മൾ എന്തിനു മറ്റുള്ളവരെ ആശ്രയിക്കണം? നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്താൽ ധാരാളമാണല്ലോ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, കൂടുതൽ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇഗ്നോയുടെ ടെർമിനോളജീസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇമെയിൽ ചെക്ക് ചെയ്യുക, ഇമെയിൽ ഉറപ്പാണ് എന്ന് മനസ്സിലാക്കുക, അത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക, യൂസർ നെയിം പാസ്വേഡ് നിർബന്ധമായും മനസ്സിലാക്കുക, കൺട്രോൾമെന്റ് നമ്പർ അല്ല, കൺട്രോൾ നമ്പർ എന്താണ് എന്ന് മനസ്സിലാക്കുക, എൻറോൾമെന്റ് നമ്പർ എന്താണ് എന്ന് മനസ്സിലാക്കുക, പ്രോഗ്രാം കോഡ് മനസ്സിലാക്കുക, പ്രോഗ്രാമിന്റെ എക്സ്പാൻഷൻ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്റ്റഡി സെന്റർ മനസ്സിലാക്കുക, നിങ്ങളുടെ റീജിയണൽ സെന്റർ മനസ്സിലാക്കുക, റീജിയണൽ സെന്ററിന്റെ വെബ് അഡ്രസ്, റീജിയണൽ സെന്ററിന്റെ ഇമെയിൽ വാങ്ങിച്ചു വെക്കുക, സ്റ്റഡി സെന്റർ മനസ്സിലാക്കി വെക്കുക, സ്റ്റഡി സെന്ററിന്റെ കോർഡിനേറ്റർ മനസ്സിലാക്കി വെക്കുക, അവരുടെ പേര് മനസ്സിലാക്കി വെക്കുക. സുപ്രധാനമായ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഇഗ്നോയെ പറ്റി നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് തീർച്ചയായും വന്നിട്ടുണ്ടാവും. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് എടുത്ത് വെക്കുക. അഡ്മിഷൻ കഴിഞ്ഞ ഉടനെ ഒന്നും ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽ നൽകില്ല, 2 മാസമെങ്കിലും പിടിക്കും. കാരണം ഇഗ്നോ വളരെ വലിയ ഒരു പ്രസ്ഥാനമാണ്. 34 ലക്ഷം കുട്ടികൾ കഴിഞ്ഞ കൊല്ലം എൻറോൾ ചെയ്ത്, കഴിഞ്ഞ കൊല്ലം വരെ 34 ലക്ഷം കുട്ടികൾ എൻറോൾ ചെയ്ത് പുറത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അലുമിനിയാണ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. ഞാനും ഒരു അലുമിനിയാണ്. ഇഗ്നോയിൽ നിന്ന് MSc CFT മാസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത്, അത്രയും ബൃഹത്തായ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു കൊല്ലം 10 ലക്ഷം വരെ കുട്ടികൾ ഏകദേശം അഡ്മിഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ നല്ല സംഖ്യയാണ് കേട്ടോ, വളരെ വലിയ സംഖ്യയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കുമുള്ള എല്ലാ അഡ്മിഷനും കൂട്ടിയാലും 10 ലക്ഷം തികയില്ല. സൗത്ത് ഇന്ത്യയിലുള്ള മൊത്തം യൂണിവേഴ്സിറ്റികളിലെ എല്ലാ കുട്ടികളുടെയും കൂട്ടിയാലും 10 ലക്ഷം തികയില്ല. ഇത് ഓൾ ഇന്ത്യ, ഇന്ത്യ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലെ, സാർക്ക് രാജ്യങ്ങളിലെ ഗോൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഏരിയയിൽ പഠിതാക്കളുടെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പഠന ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാം, ഓൺ ക്യാമ്പസ് പ്രോഗ്രാം, ഇതെല്ലാം ഇഗ്നോ നമുക്ക് നൽകുകയാണ്. അപ്പൊ ഈ സ്റ്റഡി മെറ്റീരിയൽ അടക്കം എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കുക. ഒപ്പം തന്നെ എം നോട്ട്സ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുക. എം നോട്ട്സിലെ ടെലഗ്രാം ചാനൽ ഉണ്ട്.
ആ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഒരു കോളേജിന്റെ നോട്ടീസ് ബോർഡാണ്. ആ നോട്ടീസ് ബോർഡിന്റെ അകത്ത് ഡെയിലി 2-3 കാര്യങ്ങൾ, ഇപ്പൊ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കിട്ടും. അത് മുമ്പുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ അകത്തുണ്ട്. ഏകദേശം 5400 പരം അംഗങ്ങളുള്ള ഒരു നല്ല ഒരു ഗ്രൂപ്പാണ് ടെലഗ്രാം ചാനൽ. ആ ടെലഗ്രാം ചാനലിലെ ദിവസവും 2 സംഗതികൾ നിർബന്ധമായിട്ടും ഇടും. ഒപ്പം തന്നെ ഇഗ്നോയുടെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ സീഡ് ട്രസ്റ്റ് കേരളയുടെ ഒരു സഹോദര സ്ഥാപനമായ മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്ന, പെട്ടെന്ന് തന്നെ മനസ്സിലാകാനുള്ള മലയാളത്തിൽ ക്ലാസുകൾ നൽകുന്ന എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെയും വാർത്തകൾ താങ്കൾക്ക് അതിൽ കൃത്യമായിട്ട് കിട്ടും. ഈ 2 എണ്ണം സ്ഥിരമായി താങ്കൾ ഫോളോ ചെയ്താൽ തന്നെ മറ്റുള്ള കുറെ നൂലാമാലകൾ ഒഴിവായി കിട്ടും. കാരണം ആശയങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടുന്ന മുബാറക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള എം നോട്ട്സിലൂടെ താങ്കൾക്ക് എപ്പോഴും പോസിറ്റീവ് ഇൻഫർമേഷൻസേ തരാറുള്ളൂ. പക്ഷെ ചില വലുത് എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ചില യൂട്യൂബുകളുണ്ട്. അവർ എല്ലാം നെഗറ്റീവുകൾ വിറ്റ് കാശാക്കുക തന്നെയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് ഇൻഫർമേഷൻസ്, അതിനാണല്ലോ പെട്ടെന്ന് ഒരു ഇംപ്രഷൻസ് കിട്ടുക. പോസിറ്റീവ്സിന് ആർക്കും അത്ര വലിയ ഒരു സ്ഥാനമില്ല എന്നാണ് കാഴ്ചപ്പാട്. പക്ഷെ പോസിറ്റീവാണ് സ്ഥായിയായത് എന്ന് മനസ്സിലാക്കി വെക്കുക. നെഗറ്റീവുകൾ, 2 നെഗറ്റീവ് ചേർന്നാലേ ഒരു പോസിറ്റീവ് ഗുണിക്കുമ്പോൾ കിട്ടുകയുള്ളൂ, അല്ലാതെ അത് കിട്ടില്ല. അത് 2 പോസിറ്റീവ് കിട്ടണമെങ്കിൽ വളരെ എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. വെറുതെ അങ്ങനെ എല്ലാവർക്കും പോസിറ്റീവ്സ് കിട്ടുകയില്ല. ആ പോസിറ്റീവ് വർത്തമാനമാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. അപ്പൊ എം നോട്ട്സിലൂടെയും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലൂടെയും എഡ്ജിലൂടെയും നൽകുന്ന ഗ്രൂപ്പ് സ്റ്റഡീസ്, അത് നിങ്ങൾക്ക് 10 പൈസ ചെലവില്ലാത്ത പ്രവർത്തനമാണ് ഗ്രൂപ്പ് സ്റ്റഡീസ്. അപ്പൊ മാസത്തിൽ 2 ക്ലാസുകൾ, ഓൺലൈൻ ക്ലാസുകൾ താങ്കൾക്ക് സൗജന്യമായി. ഇതൊക്കെ ഇഗ്നോയിലൂടെ ഈസിയായി പാസ്സാകാം എന്നുള്ളതിലുള്ള പോയിന്റുകളാണ്. അപ്പോ എം നോട്ട്സിലൂടെയുള്ള, എഡ്ജിലൂടെ ഉള്ള, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലൂടെ, സീഡ് ട്രസ്റ്റ് കേരള, ഇതൊക്കെ ഒരേ സ്ഥാപനത്തിന്റെ വ്യത്യസ്ത കൈവഴികളാണ്, ഒരു തായിന്റെ വ്യത്യസ്ത മക്കളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ള ഗ്രൂപ്പ് സ്റ്റഡി താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ നിർബന്ധമായും ഫോളോ ചെയ്യുക. ടെലഗ്രാം ചാനലിന്റെ അകത്ത് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. 20-ൽ പരം ഗ്രൂപ്പുകളുണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. ആ ഓരോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും കുട്ടികളുമായി നിങ്ങൾ തന്നെ പരസ്പരം ഒരു കോ അഡ്മിൻ നിങ്ങൾ തന്നെ നിന്നുകൊണ്ട് താങ്കൾക്ക് വളരെ നല്ല രീതിയിൽ സംവദിച്ച് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാം. എല്ലാ കൊട്ടയിലും ഇടരുത്. ഓക്കെ, എല്ലാ കൊട്ടയിലും കാലിടരുത്. 2 വഞ്ചിയിൽ ഒരേ സമയത്ത് യാത്ര ചെയ്യരുത്. ഏതെങ്കിലും ഒന്നിനെ കൃത്യമായി ഫോളോ ചെയ്യുക. വിച്ച് വൺ ഈസ് ദ ട്രസ്റ്റ് വർത്തിനെസ്, നോട്ട് ട്രസ്റ്റ് വർത്തിലെസ്. ട്രസ്റ്റ് വർത്തിനെസ് ഏതാണോ അതിന്റെ പിന്നിൽ താങ്കൾ മനോഹരമായിട്ട് മുന്നോട്ട് പോവുക. മറ്റൊരു സുപ്രധാനമായ സംഗതിയാണ് ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ, UGC നൽകുന്ന, അതുപോലെ NFPTL നൽകുന്ന എല്ലാ തരത്തിലുള്ള മൾട്ടിമീഡിയ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന രീതി താങ്കൾ നിർബന്ധമായും ഫോളോ ചെയ്യുക. അതായത് യൂട്യൂബ് ചാനലിലൂടെ, ഫേസ്ബുക്കിലൂടെ, അതുപോലെ നമുക്ക് ഏറ്റവും സുപ്രധാനമായ ഗ്യാൻ ദർശൻ, ഗ്യാൻ വാണിയിലൂടെയെല്ലാം താങ്കൾ പോകണം. ഇനിയാണ് ഏറ്റവും സുപ്രധാനമായ സംഗതി, ഈസിയായി പാസ്സാകാനുള്ളത്. എന്തുകൊണ്ടും നല്ലതായിരിക്കും ക്വസ്റ്റ്യൻ ബാങ്ക്സ്. ഓരോ യൂണിറ്റിലെയും ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് ഇഗ്നോ നൽകുന്ന സ്റ്റഡി മെറ്റീരിയലില്, ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയലില് ചെക്ക് യുവർ പ്രോഗ്രസ്, ആ ചെക്ക് യുവർ പ്രോഗ്രസിന് ഉള്ള ഉത്തരങ്ങൾ, അത് വളരെ കണ്ടെത്തിയുള്ള ഉത്തരങ്ങൾ മാത്രമല്ല, പട്ടികപ്പെടുത്തി ഡയഗ്രമാക്കി വിവിധ രീതിയിൽ അവതരിപ്പിക്കുന്ന നല്ല റെഫറൻസ് ഇൻഫർമേഷൻസ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലെ കാച്ചിക്കുറുക്കി എന്നാൽ വിപുലീകരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, ലേബർ ഇന്ത്യ പോലത്തെ മനോഹരമായ സംഗതികൾ. അതിന്റെ ഏതാനും ടൂൾ ഞാൻ താങ്കളെ പരിചയപ്പെടുത്താം. ഇത് ചെയ്യുമ്പോൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പരിശീലിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് 1 by 1 ആയിട്ട് അതിന്റെ ആ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ബാഡ് ഡെപ്റ്റ്സ്, അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംഗതികൾ കണ്ടില്ലേ. വളരെ ഷാർപ്പണായിട്ടുള്ള ജേർണൽ എന്താണ്, ലെഡ്ജർ എന്താണ് എന്ന് വളരെ നല്ല എന്നാൽ വലിയ ഫോണ്ടിലായിട്ട് നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഇതിന്റെ പിന്നിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ നമ്പർ 12, അത് എവിടെയാണ് ഉള്ളത്, ആ ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ്. ഓരോ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 13, ഒരു യൂണിറ്റിലുള്ള എല്ലാതരം ചോദ്യങ്ങളെയും, പ്രത്യേകിച്ച് അക്കൗണ്ടൻസി, സ്റ്റാറ്റിസ്റ്റിക്സ്,
സൈക്കോളജി, ഇതിനൊക്കെ പറ്റിയ കൊമേഴ്സിന്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, ഈ വിഷയങ്ങൾക്കെല്ലാം പറ്റിയ തരത്തിൽ. അപ്പൊ ഫൈനൽ അക്കൗണ്ട്സിലേക്ക് പ്രോഫിറ്റ്, അതുപോലെ തന്നെ ഡെബിറ്റ്, ക്രെഡിറ്റ്, അത് എങ്ങനെയാണ് നമ്മൾ ടാലി ആക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് ഇവിടെ നൽകിയിരിക്കുന്നു, ആ ക്വസ്റ്റ്യൻസ് ടാലി ആക്കേണ്ട വിധം എങ്ങനെയാണ്, അങ്ങനെ കൃത്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഹയർ പർച്ചേസ് അക്കൗണ്ട്സ് ടു യൂണിറ്റ്, ആദ്യം യൂണിറ്റിനെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു ഇൻട്രഡക്ഷൻ, എന്നിട്ട് ചാപ്റ്റർ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ നോട്ടത്തിൽ ആ യൂണിറ്റിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ ചെക്ക് യുവർ പ്രോഗ്രസിന്റെ ഉത്തരങ്ങൾ നമുക്ക് വളരെ ഭംഗിയായിട്ട്, ചോദ്യങ്ങളും ഉത്തരങ്ങളും, പക്ഷെ ഉത്തരങ്ങൾ മറച്ചു വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശീലിക്കുക. അതുപോലെ തന്നെ ചെക്ക് യുവർ പ്രോഗ്രസിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടാതെ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അതേ പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഇത് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ സംഭവം ഷോർട്ട് ആൻസർ, മൂന്ന് സെന്റൻസ്, അങ്ങനെ കാച്ചി കുറുക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ കുറെ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചോദ്യങ്ങളെ വാ എന്ന് മനോഹരമായി നമുക്ക് പരീക്ഷ എഴുതാം. അതുപോലെ ഇത്തരത്തിലുള്ള ടെർമിനൽ ക്വസ്റ്റ്യൻസ്, ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ എന്നുള്ള ഒരു ഗസ് പേപ്പേഴ്സുകൾ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. അതുപോലെ തന്നെ ബ്ലോക്ക് 5 കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചറിലെ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ അറ്റ് എ ഗ്ലാൻസ്, അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിലെ സൈക്കോളജിയിൽ നമുക്ക് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിലെ കൈ കോഎഫിഷ്യൻ നമുക്ക് പഠിക്കാന് ചാപ്റ്റർ അറ്റ് എ ഗ്ലാൻസിൽ നമുക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒപ്പം തന്നെ അതിന്റെ ടേബിളാർ ഫോമിൽ അതിന്റെ ഫോർമുല എല്ലാം നൽകിയിട്ട് ആ ഫോർമുല നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അതിന്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് മനസ്സിലാക്കാം. ഫോർമുല ഇവിടെ കൃത്യമായിട്ട് കിട്ടുന്നു. നമുക്ക് സ്പിയർമാൻസ് റോ കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് കാണാനുള്ള ഫോർമുലയാണ്. പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻസ് എങ്ങനെയാണ്, അങ്ങനെ പോയിന്റൈസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇത് റിഗ്രഷൻ അനാലിസിസിനെ പറ്റിയുള്ളത്. അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ്, ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ്. ഒപ്പം തന്നെ സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻ, നമുക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റിയ സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യവും കൂടി ഞാൻ താങ്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സിമ്പിൾ ആയി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടൂളും കൂടിയാണ് ഈ റെഫറൻസ് മെറ്റീരിയലിൽ നമുക്ക് സപ്പോസ് കിട്ടുന്നത്. MSWന്റെ ഒരു പ്രോഗ്രാം നമുക്ക് ഒന്ന് എടുത്തു നോക്കിയാൽ അതിൽ ഏകദേശം ഇതേ ധാരണയുള്ള കുറെ സംഗതികൾ നമുക്ക് മനസ്സിലാവും. വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഇതിൽ നൽകിയിരിക്കുന്ന ആ ഒരു പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. ഈ പാറ്റേണിലൂടെ ലഭിക്കുന്ന ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും. അങ്ങനെയുള്ള ഗുണപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് എന്തും suppose a dignity and worth of a person as a value of a social work. ആ സോഷ്യൽ വർക്കിന്റെ ഡിഗ്നിറ്റി എന്താണ്, ചാപ്റ്റർ അറ്റ് എ ഗ്ലാൻസ് അത് എങ്ങനെയാണ്, ചെക്ക് യുവർ പ്രോഗ്രസ്, ആ യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ചാപ്റ്റർ വൈസ് അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് മനോഹരമായി കൊണ്ടുപോകാനുള്ള കുറച്ച് ജാലവിദ്യ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്കിത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നല്ല സ്കോർ വാങ്ങണമെങ്കിൽ നമ്മളുടെ മുമ്പിൽ കുറെ ടൂൾ വേണം. ഒരു കാര്യം മാത്രം ഓർക്കും, പണിയായുധമില്ലാത്ത പണിക്കാരനെ ശോഭിക്കാൻ പറ്റുമോ? പണിയായുധമില്ലാത്ത പണിക്കാരനെ ശോഭിക്കാൻ പറ്റുമോ? നല്ല പണിക്കാരനാവണമെങ്കിൽ നല്ല പണിയായുധം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ആ പണിയായുധം നേരത്തെ ഫെമിലിയറൈസ് ചെയ്ത് വച്ചിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ മാർച്ച് 2022 നടന്ന പരീക്ഷാ പേപ്പർ, ആദ്യമായി പരീക്ഷാ ഹാളിലേക്ക് വന്നിരിക്കുന്നവർ ഒരിക്കലും ആകരുത്. നമ്മൾ പല പരീക്ഷകളിലൂടെ കടന്നു പോയിരിക്കണം. അപ്പൊ നമ്മൾ തന്നെ കുറെ ഗസ് പേപ്പറുകൾ ഉണ്ടാക്കിയിരിക്കണം. നമ്മൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ശീലിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ സോൾവ് ചെയ്തിട്ടുള്ള രീതികൾ നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ പഠിച്ചിട്ട് നേരെ പോയി പകർത്തുകയല്ല, അത് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യണം. മാത്രമല്ല 3 മണിക്കൂർ പരീക്ഷ, അതിൽ എന്തൊക്കെ തരത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക, ആ ചോദ്യങ്ങൾക്ക് നമ്മൾ എത്രയൊക്കെയാണ് അതിനെ അളന്ന് നമ്മൾ അതിൽ വിളമ്പേണ്ടത്, അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ പരീക്ഷയുടെ അതേ പാറ്റേണിലാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നിങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ജാലവിദ്യകൾ ഒരുക്കി വച്ചിരിക്കുന്നത്. ആൻസർ ഓൾ ദ 5 ക്വസ്റ്റ്യൻ, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക്, 100 മാർക്ക് എന്ന് പറയുമ്പോൾ അതില് 20 മാർക്കിന്റെ 5 ചോദ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ
വന്നാല് അതിൽ എത്രയായി, അതിന്റെ ആൻസേഴ്സ് എങ്ങനെയൊക്കെ പോകണം, ആ ആൻസർ അതിന്റെ ഉള്ളിൽ ഒതുക്കി നിർത്തിയാൽ മതിയോ? ക്വസ്റ്റ്യന്റെ ആൻസേഴ്സിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ അതിന്റെ സബ് പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കി കൊടുത്ത് 5 പോയിന്റുകൾ മനസ്സിലാക്കി കൊടുത്ത് നമുക്കൊരു 5 പേജിലേക്ക് അതിനെ ഒതുക്കേണ്ട രീതിയിൽ, അല്ലെങ്കിൽ അടുത്ത ചോദ്യം എങ്ങനെയാണ്, അങ്ങനെ 1 by 1 ആയിട്ട് ജൂൺ 2012 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യന് എങ്ങനെയാണ് ഉത്തരങ്ങൾ കൊടുക്കേണ്ടത്, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടത്, അങ്ങനെ കൃത്യമായ രീതിയിൽ നമുക്ക് അതിന്റെ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് TS എലിയറ്റിനെ പറ്റി നമുക്ക് MA ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള ആ ഒരു പ്രോഗ്രാമുകൾ, അങ്ങനെ ഓരോന്നിനും വളരെ ആഴത്തിൽ, ഒപ്പം തന്നെ സെൽഫ് അസസ്മെന്റ്, നമ്മൾ നമ്മെ തന്നെ മനസ്സിലാക്കുന്ന സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസുകൾ എല്ലാം നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നു. ചുരുക്കത്തിൽ വളരെ നല്ല ക്വസ്റ്റ്യൻ ബാങ്കുകൾ, റെഫറൻസസ്, അതുപോലെ തന്നെ മുൻ വർഷത്തെ ഈ മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ, ചോദ്യ പേപ്പറുകളെ കൃത്യമായി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലെ അനാലിസിസ് നടത്തിയിട്ടുള്ള ഒരു രീതി, അതെല്ലാം കൂടി കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല പഠനാനുഭവമാണ് നമ്മളുടെ മുമ്പിൽ വന്ന് ചേരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഒരു പഠന രീതി, ഒപ്പം തന്നെ എല്ലാവരുടെ ക്ലാസ്സുകളിലേക്കും താങ്കൾ പോകരുത്. ഇപ്പൊ ഏതെങ്കിലും 1 or 2 രീതിയിൽ മലയാളത്തിൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ എഡ്ജിൽ താങ്കൾക്ക് കൃത്യമായി കിട്ടും. ഇഗ്നോ പൊതുവെ അക്കാഡമിക് കൗൺസിലേഴ്സ് ക്ലാസ്സുകൾ ഓൺലൈനിലാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ക്ലാസ്സുകളാണ്, കാച്ചിക്കുറുക്കിയ പൊന്നുകൾ പോലുള്ളവരാണ് നമ്മുടെ ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലേഴ്സ്, ഫാക്കൽറ്റീസ്. അവർ നൽകുന്ന യൂട്യൂബ് ക്ലാസ്സുകൾ നിർബന്ധമായും നമ്മൾ വാച്ച് ചെയ്യുക. മനസ്സിലാകാത്ത സന്ദർഭത്തിൽ എല്ലാം ഇങ്ങനെ വാരി വലിച്ച് ഭീമമായ സംഖ്യക്ക് നിങ്ങൾ ഇതില് കുറെ പേർ ഇതിന്റെ അതിജീവനം നടത്തി ജീവിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നുമില്ലാതെ വിശ്വസ്തമായ ഏതെങ്കിലും എമിനന്റ് പേഴ്സണാലിറ്റീസ് നൽകുന്ന, വിശ്വസ്തരായ, പ്രശസ്തരായ, കീർത്തികേട്ട അങ്ങനെയുള്ള ആളുകൾ നൽകുന്ന ക്ലാസ്സുകൾ നിർബന്ധമായും താങ്കൾ പങ്കെടുക്കുക. മലയാളത്തിലുള്ള ക്ലാസ്സുകൾ എഡ്ജ് വളരെ നാമമാത്രമായ ഫീസിൽ താങ്കൾക്ക് നൽകുന്നു. മാത്രമല്ല റെഗുലർ കൺസൾട്ടേഷൻസ് വിത്ത് എക്സ്പേർട്സ് താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. ഒരു വിഷയത്തിൽ PGയിലെ സൈക്കോളജിയിലോ കൗൺസിലിങ്ങിലോ PG ഉള്ള വിദഗ്ധരിൽ നിന്ന്, ഈ 10-20 കൊല്ലത്തെ അനുഭവമുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരിൽ നിന്ന്, ഇപ്പൊ ഏതൊരു വ്യക്തിക്കും ഡിഗ്രി പോലും ഉണ്ടാവില്ല, 3 മാസത്തെ ഒരു കൗൺസിലിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കൗൺസിലറായേ എന്ന് പറഞ്ഞ് മൈക്കും പിടിച്ചുകൊണ്ട് ഒരു പോസും എടുത്ത് നാട് മുഴുവനും യൂട്യൂബ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ ഇത്രയുണ്ട്. ആർക്കും ഞാൻ അതൊരു പ്രതിബന്ധമായോ തടസ്സമായിട്ടോ അല്ല ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അകക്കാമ്പ്, അതാണ് നമ്മുടെ എമിനൻസി. ഉള്ളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയണം. അത് അറിയുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കുക. എത്രയോ സൈക്കോളജിസ്റ്റിന്റെ കോട്ടും ഇട്ടിട്ടുള്ള ആളുകൾ രഹസ്യമായി എൻ്റെ അടുത്ത് വന്ന് BA സൈക്കോളജി ചെയ്യുന്നതും MA സൈക്കോളജി ചെയ്യുന്നതും CIG സർട്ടിഫിക്കറ്റ് ഇൻ ഗൈഡൻസ് കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ ചെയ്യുന്നതും നോക്കുമ്പോൾ അംഗീകാരമില്ലാത്ത ഒരുപാട് കോഴ്സുകൾ ചെയ്തു വെച്ച് അവരിങ്ങനെ തേരാപ്പാര 20,000 50,000 കൊടുത്ത് പിന്നെ അവസാനം ഞാൻ ഒരു ട്രെയിനറായേ എന്നുള്ള ഒരു കോട്ടം ധരിച്ച് അങ്ങനെയൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി ആക്ഷേപിക്കുകയല്ല. മറിച്ച് നിങ്ങൾക്ക് ഈസിയായി പാസ്സാകാൻ നല്ല എമിനന്റ് പേഴ്സണാലിറ്റീസിന്റെ ഒരു കൈത്താങ് താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. വീണ്ടും ഞാൻ ഈ പറഞ്ഞ 10 പോയിന്റുകൾ ഒന്ന്